കൂട്ടുകാരെ, ഹായ്, ഹലോ ഫ്രണ്ട്സ്. പൂമ്പാറ്റകളിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. നല്ല സെഷൻസ് നിങ്ങളുടെ കാത്തിരിക്കുന്നു. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല നിമിഷങ്ങളായി മാറട്ടെ. കളിക്കാനും ചിരിക്കാനും ആർക്കാ ഇഷ്ടമല്ലാത്തത് അല്ലേ? ചില കൂട്ടുകാർ നമ്മുടെ കൂടെ ഒപ്പം വരുന്നുണ്ട്, ടിങ്കുവും കുക്കുവും ഒക്കെ വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമുക്ക് എൻജോയ് ചെയ്യണം. ഇന്നൊരു ഗെയിമുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് കളിക്കുകയും ചെയ്യണം. അങ്ങനെയെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമുക്കായിട്ട് അവതരിപ്പിക്കുന്നു പൂമ്പാറ്റകൾ. കുക്കു, നിനക്ക് ബൈബിൾ പരിജ്ഞാനം ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്കിക്കോ. ഇവൻ്റെ ബൈബിൾ പരിജ്ഞാനം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഇവൻ ആൻസർ പറയുക. നിങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ ആൻസർ പറഞ്ഞോണേ കേട്ടോ. യോനയോട് ദൈവം പറഞ്ഞു ഡാഷിലേക്ക് പോകാൻ, പക്ഷേ യോന ഡാഷിലോട്ട് പോയി. പറ, ആലോചിക്കണ്ട, വേഗം പറയാനുള്ളതേ ഉള്ളൂ. പറ കൂട്ടുകാരെ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലേ? നിനവയ്ക്ക് പോകാൻ പറഞ്ഞു, പക്ഷേ എങ്ങോട്ട് പോയി? ഉഗാണ്ടയ്ക്കോ? അതെവിടാ സ്ഥലം? അത് ഒരു ആഫ്രിക്കയിലൊരു സ്ഥലമല്ലേ? അതല്ല, തർസീസിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ബൈബിൾ പരിജ്ഞാനം എന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. നിനവയ്ക്ക് പോകാൻ പറഞ്ഞു, പോരാ, ബൈബിൾ പരിജ്ഞാനം പോരാ. അങ്ങനെയെങ്കിൽ യോന കൂട്ടുകാരെ ഒരു ഡിസൊബീഡിയൻറ്റ് മാനായിട്ട് തീർച്ചയായിട്ടും കാണാൻ പറ്റും. നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവിടെ അങ്ങ് നിൽക്കും. ഇവനിടയ്ക്ക് അങ്ങനെ അസുഖമുണ്ട്. അതെ, എനിക്കങ്ങനെ അസുഖമൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചിന്തിച്ചങ്ങ് ചെയ്യാറേ ഉള്ളൂ. അസുഖമൊന്നുമല്ല, ഇവൻ ചെയ്യാറുണ്ട് അങ്ങനെ. റൈറ്റ് ഫ്രണ്ട്സ്, നോക്കിയേ, അങ്ങനെയെങ്കിൽ നമുക്ക് ഡിസൊബീഡിയൻറ്റ് മാനായിട്ട് മാറണോ? നോക്കി, യോനയുടെ ഒരു ഡിസൊബീഡിയൻസ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. നീ പറ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി? അവിടെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയില്ലയോ? സോ നോക്കി, കടൽ ഇളകി, അത് മാത്രമല്ല അവിടെ വലിയ മത്സ്യത്തിന് പ്രശ്നമുണ്ടായി, ഒരുപാട് ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി. നോക്കി, ഒരു ഡിസൊബീഡിയൻസ് ആണ് ഒരുപാട് പേർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ ഇടയായിത്തീരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസൊബീഡിയൻസ് മേക്ക് ഡിസ്റ്റർബൻസസ്, അത് മറന്നു പോകരുത്. ഡിസൊബീഡിയൻസ് മേക്സ് ഡിസ്റ്റർബൻസസ്. കൊള്ളാം. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഒരു തെറ്റായിരിക്കാം നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നിങ്ങളുടെ ഒരാളുടെ ഒരു അനുസരണക്കേടായിരിക്കാം നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുതേ, ഡിസൊബീഡിയൻസ് ചെയ്യരുതേ. മറ്റൊന്നാണ്, ഡിസൊബീഡിയൻസ് നമുക്ക് ഭീതി ഉണ്ടാക്കും. ഡ്രെഡ് ഉണ്ടാക്കും. ഭീതി, ഭയപ്പാടിൻ്റെ അനുഭവം. വലിയ ഭയപ്പാടിൻ്റെ അനുഭവത്തിന് പറയുന്ന പേരാണ് ഡ്രെഡ് എന്ന് പറയുന്നത്, ഭീതി എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ ഡിസൊബീഡിയൻസ് നമ്മളെ ഡ്രെഡിലേക്ക് നയിക്കും, ഡിസോർഡറിലേക്ക് നയിക്കും, അകൽച്ച ഉണ്ടാക്കും. നോക്കി, ഡിസ്റ്റൻസ് ഉണ്ടാക്കും. നോക്കി, നമ്മുടെ യോന ചേട്ടൻ ഇങ്ങനെ ആ വലിയ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് ആരും അറിയാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുക. ദൈവത്തിൻ്റെ മുഖത്തോട്ട് പോലും അവന് നോക്കാൻ മേല. അതെ, എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ. ഇവന് തോന്നിയിട്ടുണ്ട്. സോ എന്താണ് കാരണം? അകൽച്ചയാണ് കാരണം. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ മേല. ഡിസ്റ്റർബൻസ്, ഡിസ്റ്റൻസ്, ഡിസോർഡർ, ഡ്രെഡ്, ഇതൊക്കെ ഡിസൊബീഡിയൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് ഡിസൊബീഡിയൻ്റ് ആളായി മാറാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇല്ല, എനിക്ക് അറിയില്ല. ഇവന് താല്പര്യമില്ല. ഫ്രണ്ട്സ്, അങ്ങനെയാണെങ്കിൽ ഒബീഡിയൻസ് എന്താണ് നമുക്ക് തരുന്നത്? ഒബീഡിയൻസ് നമുക്ക് രണ്ട് കാര്യങ്ങൾ തരും. ഒന്നാമത്തെ കാര്യം ബ്ലെസ്സിങ്സ് ആണ്. നമുക്ക് നല്ല 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 നന്മകളുണ്ടാകും ഒബീഡിയൻസ്. നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകും, സംരക്ഷണം ഉണ്ടാകും. ഒരു കാര്യം പേരൻസ് പറഞ്ഞു, അത് കേട്ട് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ കിട്ടും. ബ്ലെസ്സിങ്സ് ഉണ്ടാകും, പ്രൊട്ടക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഒബീഡിയൻറ്റ് പേഴ്സണായിട്ട് നമുക്ക് മാറണം. നിങ്ങൾ റെഡിയാണോ അതിന്? ഞാൻ റെഡിയാ. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടാകും. അവർ റെഡിയാ? നീ റെഡിയാണോ? ഇവൻ റെഡിയാണ്. ഫ്രണ്ട്സ്, ഒബീഡിയൻറ്റ് കൂട്ടുകാരായി നമുക്ക് മാറാം.
ഒരു ആക്ടിവിറ്റി ഗെയിം ആയാലോ കൂട്ടുകാരെ? റെഡിയാണോ എല്ലാവരും? 3 ക്ലാപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഒരു ഇൻസ്ട്രക്ഷൻ പറയും. ആ ഇൻസ്ട്രക്ഷൻ പറയുന്നതിനനുസരിച്ച് 3 ക്ലാപ്പുകൾ നിങ്ങൾ ചെയ്യണം. ഞാനിപ്പോൾ പറയുകയാണ് ഇടത്തടിച്ച് എന്ന് പറയുകയാണെങ്കിൽ ഇത് മലയാളീകരിച്ച് ഒരു ക്ലാപ്പാണ്. ഇടത്തെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇടത്തടിച്ചെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇടത്തെ സൈഡിൽ 3 ക്ലാപ്പ് ചെയ്യണം. വലത്തടിച്ച്, മുകളിലടിച്ച്, ചെള്ളക്കടിച്ച്, കാലിലടിച്ച്, അങ്ങനെ നിങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ ഇൻസ്ട്രക്ഷൻ പറയും, നിങ്ങൾ ചെയ്തോണം. സോ ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ബോണസ്. അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്സ് ഉണ്ട്, -1 ചെയ്യണം തെറ്റിപ്പോയാൽ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷനുള്ള ബുക്ക് അത് ഒബേ ചെയ്യാൻ ആര് ബാധ്യസ്ഥരാണ്? ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ അടങ്ങിയ ബുക്കിന് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? ഗോഡ്സ് ഇൻസ്ട്രക്ഷൻ ബുക്കിന് പറയുന്ന പേരാണ് ബൈബിൾ. ദൈവത്തിൻ്റെ നിയമപുസ്തകം. അത് പാലിക്കാറുണ്ടോ? നോക്കട്ടെ. അങ്ങനെയുള്ള കൂട്ടുകാർ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ. അങ്ങനെ ഞാൻ ഇൻസ്ട്രക്ഷൻ പറയാം. റെഡി? നിങ്ങൾ റെഡിയാണല്ലോ? 1 2 3. നെഞ്ചത്തടിച്ച്, അയ്യോ പെതുക്കെ അടിച്ചാൽ മതി. ഉറക്കെ അടിക്കണ്ട, പെതുക്കെ അടിച്ചാൽ മതി. റെഡി? ഒന്നുകൂടെ 3 4. കാലിലടിച്ച്, ഇടത്തടിച്ച്, വലത്തടിച്ച്, തലയുടെ മുകളിലടിച്ച്, ചാടിയടിച്ച്, നെഞ്ചത്തടിച്ച്, മുഖത്തടിച്ച്, ഇടത്തടിച്ച്, വലത്തടിച്ച്, കറങ്ങിയടിച്ച്, ചാടിയടിച്ച്, നിലത്തടിച്ച്, കവിളിലടിച്ച്, ഇടത്തടിച്ച്, വലത്തടിച്ച്, മുൻപോട്ട് ചാടിയടിച്ച്, പിൻപോട്ട് കറങ്ങിയടിച്ച്, ചാടിയടി. റൈറ്റ് ഫ്രണ്ട്സ്, എവിടെ ആയാലും ഇൻസ്ട്രക്ഷനുണ്ട്. ഇൻസ്ട്രക്ഷൻ ചിലപ്പോൾ തരുന്നത് ത്രൂ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻസ്ട്രക്ഷൻ മാനുവൽ. ഒരു റോഡ് മുമ്പോട്ട് പോകുന്നു, റെഡ് സിഗ്നൽ നമുക്കുള്ള ഇൻസ്ട്രക്ഷനാണ്. ടേൺ റൈറ്റ് നമുക്കുള്ള ഇൻസ്ട്രക്ഷനാണ്. സോ ഡ്രൈവിങ്ങിൽ അത് ഇമ്പോർട്ടൻ്റാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഫോളോ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ തയ്യാറാണോ അതിന്? അങ്ങനെയുള്ളവരെ യേശു കർത്താവ് സ്നേഹിക്കുന്നു. ഫ്രണ്ട്സ്, നമുക്കൊരു മാജിക് കാണാം അല്ലേ? ഇന്ന് ഇവിടെ എൻ്റെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിനകത്ത് 3 ഡയസ് ഉണ്ട്. റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ. 3 എണ്ണം ഉണ്ട്. സോ ഇതിനകത്തെ ഒരു ഡയസ് ഞാനൊന്ന് എടുത്ത് ഒന്ന് കളയാൻ പോവാം, നഷ്ടപ്പെടുത്താൻ പോവാം. നഷ്ടപ്പെടലുണ്ടാകും ചിലപ്പോഴല്ലേ? ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ എന്നെ എടുക്കും, അത് റീപ്ലേസ് ചെയ്യാൻ നോക്കും അല്ലേ? അല്ലെങ്കിൽ ചിലരാണെങ്കിൽ അത് വീണ്ടും അത് നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ചിലരാണെങ്കിൽ നഷ്ടപ്പെട്ട പോട്ട് എന്ന് വിചാരിക്കും. നിങ്ങൾ ഏത് കാറ്റഗറിയാണ്? പോട്ടെന്ന് വിചാരിക്കുമോ, അതോ അത് തിരഞ്ഞ് കണ്ടുപിടിക്കുമോ, അതോ അതിനെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുമോ? ഏതാണ് നിങ്ങൾ ചെയ്യുന്നത്? ചില കൂട്ടുകാർ നഷ്ടപ്പെട്ടു പോയാൽ ആ പോട്ടെന്ന് അങ്ങ് വിചാരിക്കും, അതിനെ നഷ്ടപ്പെടുത്തി കളയും. ഇവിടെ ഞാൻ ഇതിനകത്ത് ഒരു ഡയസ്, ബ്ലൂ ഡയസ് ഞാൻ എടുക്കുകയാണ്. എടുത്തിട്ട് ഞാനങ്ങ് കളയാൻ പോവാം. കളഞ്ഞോട്ടെ, താഴോട്ടെറിയട്ടെ, അതോ ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടേക്കട്ടെ? പോക്കറ്റിലിടാം അല്ലേ? ഇവിടെ കണ്ടത് ഒന്നുമില്ല. സോ ഇപ്പോൾ 2 ഡയസേ ഉള്ളൂ. ഒരു ഡയസ് എൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. ഞാൻ പോക്കറ്റിലോട്ട് ഇങ്ങനെ ഇടുന്നു, കയ്യിലില്ല. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെടുത്തി കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മളെ നന്മകളെ. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ നന്മകൾ പൂർണ്ണമായി തീരണമെന്നുള്ളതാണ്. നഷ്ടപ്പെടുത്തതിനെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ളതാണ്. നിങ്ങൾ നഷ്ടപ്പെട്ട സാധനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ? അത് നേടിയെടുക്കാൻ തയ്യാറാണോ?
നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരമകാരുണ്യവാനായ ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. അപേക്ഷിച്ചാൽ നന്മ കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ മക്കളെ, ഡയസ് നഷ്ടപ്പെട്ടതായിരുന്നു. അതായിരുന്നു ബ്രഹ്മയുടെ ഉപമയിലും നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമയിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അത് തന്നെ. നഷ്ടപ്പെട്ടതിനെ തേടി കണ്ടുപിടിക്കാനും നഷ്ടപ്പെടുത്തതിനെ തിരിച്ചു കൊണ്ടുവരാനും നന്മയിലേക്ക് നയിക്കുവാനും ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ചിലത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ചില നന്മകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് കൊണ്ടുവരാം. തിരിച്ച് ദൈവത്തിലേക്ക് നമുക്ക് വരാം. അതിന് ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. DSMC ഒരുക്കുന്ന ഈ മനോഹരമായ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുകാരാകുന്നു. നിങ്ങളുടെ കൂട്ടുകാരെയും തീർച്ചയായിട്ടും വിളിച്ചുകൊണ്ട് വരണം. നിങ്ങളുടെ പള്ളിയിലെ എല്ലാ കൂട്ടുകാരോടും പറയണം. സൺഡേ സ്കൂളിലെ എല്ലാ കൂട്ടുകാരോടും പറയണം. എന്താണ്? എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് പൂമ്പാറ്റകൾ. ബൈ ബൈ.